ഇതിനെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ? ഫോൾ ത്രൂ അതല്ലേ. ഇത് കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു 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 ഹൈപ്പ് ഉണ്ടാക്കി അന്ന് എവിടെയോ വെച്ച് റെക്കോർഡ് ചെയ്തൊരു സാധനം ഇങ്ങനെ ചില തിയേറ്ററിൽ കാണിക്കുന്ന പോലെ ബിറ്റായിട്ട് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അസ്വാഭാവികത അതല്ലേ. എന്താ പരാതി? പീഡിപ്പിച്ചു എന്നുള്ളതാണോ? ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണോ? അബോർഷൻ നടത്തി എന്നുള്ളതാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്രയും പേരില്ലേ? നിങ്ങളൊക്കെ ഇതുമായി ഈ ആയിട്ട് ബന്ധമുള്ള ആളുകളല്ലേ. എന്താണ് പരാതി എന്ന് നിങ്ങൾക്ക് പറയാമോ? പുറത്തു വന്ന ഈ വാട്സപ്പ് ചാറ്റുകളൊക്കെ വെച്ചുകൊണ്ടാണെങ്കിൽ ഗർഭിണിയാക്കി അത് ഗർഭവലസിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ആ വാട്സപ്പ് ചാറ്റിലെ സംഭാഷണം രാഹുലിൻ്റെതാണെന്നുള്ള എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ആദ്യം വിട്ടു, രാഹുലിൻ്റെതാണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഇവർ പറയുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളെ കുറിച്ച് ഇതൊന്നും ആരുടെയൊന്നും ക്രോസ് വെരിഫൈ ചെയ്യണ്ടേ? രാഹുൽ പക്ഷേ ഇതുവരെ പറയുന്നില്ല. രാഹുലിനോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഒരുപാട് തവണ ചോദിച്ചു. നോനോ, ഇത് പുറത്ത് വിടുന്നതിന് മുമ്പ്. പുറത്ത് വന്നതിന് ശേഷമാണ്. ഇപ്പം ഞാൻ ബില്ലിനെതിരെ എനിക്കൊരു ശബ്ദം എനിക്ക് കിട്ടിയാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? ബില്ലിനെ കുറിച്ച് ഇങ്ങനൊരു വാർത്തയുണ്ട്, അതാണോ എന്ന് ചോദിച്ചിട്ടല്ലേ പറയേണ്ടത്. അതല്ലേ ഒരു സാമാന്യ നീതി എന്ന് പറയുന്നത്. നാടകം തന്നെ. ഇതിപ്പം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ജനശ്രദ്ധ സ്ഥിരീകരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം. ആ മസാലയ്ക്ക് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ആളിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് രാഹുൽ എന്നോട് പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട സമയമായിട്ടില്ല എനിക്ക്. രാഹുൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് കൊണ്ട് പരാതി കൊടുക്കുന്നതിന് മാത്രമുള്ള രാജ്യത്ത് എത്രയോ ബലാത്സംഗം നടക്കുന്നു, എത്രയോ ഗർഭഛിദ്രം നടക്കുന്നു, എത്രയോ വീഴ്ചകൾ നടക്കുന്നു. ഇതൊക്കെ മുഖ്യമന്ത്രി നേരിട്ട് എന്റർടൈൻ ചെയ്യേണ്ട കേസാണോ? അവിടെ പരിചയമുള്ള ആളുകളാണോ? ഞാൻ പറഞ്ഞു അതല്ല പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയ മുഖ്യമന്ത്രി അത് പോലീസിനെ സെറ്റ് ചെയ്യുകയും അതിൽ അന്വേഷണം നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സംഭവമാണെന്ന് ഞാൻ പറയണില്ല, അതല്ല ഒരു നടപടിക്രമം. അപ്പോൾ അങ്ങനെ അല്ലാത്ത നടന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവങ്ങളിലെല്ലാം അസ്വാഭാവികതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ വക്കീല് സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടത്. എവിടെയോ പറഞ്ഞു കേട്ടതുപോലെ ഇത് പുലിയല്ല, പുപ്പുലിയാണ്. വക്കീലിന്റെ ആ വാർത്താ സമ്മേളനം ഇന്നലെ രാത്രി വക്കീലിനെ തേടി മാധ്യമപ്രവർത്തകർ ചേർന്ന് വക്കീൽ സംസാരിച്ച അത് ഒരുപാടധികം സമയമുണ്ട്. അത് ഈ വീഡിയോയുടെ ദൈർഘ്യം പരിഗണിച്ച് മാത്രം ഒരു ശകലം മാത്രം നിങ്ങളെ കാണിച്ചു തന്നുള്ളൂ. വക്കീല് പുലിയല്ല, പുപ്പുലിയാണ്. കാരണം പറയാൻ, ഈ കേസ് ഇത് ഇന്നലെ കൊണ്ടുപോയി ഇത് പരാതി മുഖ്യമന്ത്രിയുടെ അടുത്ത് കൊടുത്തതും ഇത് ഇന്നലെ വലിയ ചർച്ചയായതും ഒക്കെ ഇന്നലെ ഇത് സംഭവിച്ചത് വളരെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ രാഹുലിന് അനുകൂലമായിട്ടാണ് നീങ്ങാൻ പോകുന്നത്. ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും അതിൽ വേണ്ട. കാരണം ഇപ്പൊ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യങ്ങൾ ഓരോരുത്തരായി പുറത്തേക്ക് വിടുന്നുണ്ട്. ആ വാർത്തകൾ അനുസരിച്ചിട്ടാണെങ്കിൽ വക്കീല് പറയുന്ന കാര്യങ്ങൾ കൂടി വെച്ച് നോക്കിയാൽ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വക്കീല് പുലിയാണ്, പുപ്പുലിയാണ്. കാര്യങ്ങൾ കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഈ കേസ് ഒരു ചാപ്പിള്ളയായി പിറന്ന് ഒരു ചാപ്പിള്ളയായി തന്നെ തീരും. അത്രയേ ഉള്ളൂ ഈ കേസിന്റെ. ഇവിടെ നിങ്ങൾ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകളും അവരുടെ ആക്രോശങ്ങളൊന്നും അതൊന്നും നിങ്ങൾ വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. മാധ്യമങ്ങൾ അങ്ങനെ പലതും പറയും. ഈ കേസ് എവിടെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്? ഇപ്പൊ നിയമപരമായ കാര്യങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി കോടതിയിലെത്തുമ്പോ വക്കീലായിക്കോളും ബാക്കിയുള്ളത്. മനസ്സിലായില്ലേ? ഇനി വക്കീല് തീരുമാനിക്കും, കോടതി തീരുമാനിക്കും. വക്കീലിന്റെ കയ്യിൽ മരുന്നുണ്ട്. വക്കീൽ ചില്ലറക്കാരനല്ല.
ആരൊക്കെയോ പറഞ്ഞ് ആരൊക്കെയോ ഇങ്ങനെ എരികേറ്റി മുഖ്യമന്ത്രിയുടെ അടുത്തൊക്കെ എത്തിച്ച് മുഖ്യമന്ത്രിക്ക് പരാതിയൊക്കെ നൽകിയിട്ട് ഇത് രാഹുലിനെ അങ്ങ് തൂക്കിയെടുത്ത് അകത്തിടാമെന്ന് ആരൊക്കെയോ കരുതി. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്നലെ ഈ പരാതി കൊടുത്തതിന് തൊട്ട് പിന്നാലെ വരുന്ന വാർത്തകൾ അത്തരത്തിലുള്ള വാർത്തകളാണ്. പലരും പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. സത്യാവസ്ഥകൾ അറിയുന്ന ഞാനാണ് ഇര എന്നൊക്കെ പറയുന്ന ആളുകളെ അറിയുന്ന ആളുകൾ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഞാൻ ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ഇപ്പോ കാര്യങ്ങൾ തീരുമാനമാകാൻ പോവുകയാണ്. ഇത്ര ദിവസം ഇതിനെ ഇങ്ങനെ കത്തിച്ച് ചർച്ച ചെയ്ത് ഇങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു. പക്ഷെ ഇത് കോടതിയിലെത്തിയിട്ടുണ്ട്. ഇനി കോടതി തീരുമാനിക്കും. ബാക്കിയുള്ളതൊക്കെ കോടതി തീരുമാനിക്കാൻ കോടതിക്ക് മുന്നിൽ വക്കീൽ മുന്നോട്ട് വെക്കുന്ന ഒരുപാടധികം കാര്യങ്ങളുണ്ട്. വക്കീലിന് ഇന്നലത്തെ ഈ വാർത്താ സമ്മേളനം എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറുകളോളം ഉണ്ട്. അതിൽ വക്കീല് മാധ്യമപ്രവർത്തകരിങ്ങനെ ഒരു 10 മിനിറ്റ് ഒക്കെ എടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വക്കീല് വെറും ഒരൊറ്റ വാചകം ഒരു വാക്കുകൊണ്ട്, വാചകം എന്ന് പോലും ഞാൻ പറയുന്നില്ല, ഒരു വാക്കുകൊണ്ടാണ് വക്കീൽ അതിനെ ഖണ്ഡിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് വക്കീല് പുലിയാണ് എന്ന് പറയാനുള്ള കാരണം. ഈ കേസ് ഇവിടെ തീരാൻ പോവുകയാണ് എന്ന് പറയാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ കേസിന്റെ പശ്ചാത്തലങ്ങളും ഇതിന്റെ സ്ഥിതിഗതികളും അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു വിധി, അതായത് ഈ മാസം 25-ന് സുപ്രീം കോടതിയുടെ ഒരു പ്രത്യേക വിധി വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? രണ്ടാളും സമ്മതത്തോടെ നടത്തുന്ന ബന്ധം, അവർ രണ്ടുപേരും വലിയ സമ്മതത്തോടെ നടത്തുന്ന ബന്ധം, ആ ബന്ധം പിന്നീട് അവസാനിപ്പിക്കുമ്പോൾ അവിടെ പീഡനങ്ങളില്ല, ബലാത്സംഗങ്ങളില്ല. അത് പറയാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ആ കേസ് എന്തായിരുന്നു എന്ന് ചോദിച്ചാല് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു, ഗർഭം അലസിപ്പിച്ചു എന്ന കേസിലാണ് സുപ്രീം കോടതിയുടെ ഈ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന സമാനമായ ആരോപണം. ഗർഭിണിയാകണമെന്ന് പറഞ്ഞു, വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞു, അവസാനം ഗർഭം അലസിപ്പിച്ചു. ഇതൊക്കെ ചെയ്ത ഈ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന സമാനമായ 3 ആരോപണങ്ങളും നിലനിൽക്കുന്ന ഒരു കേസിലാണ് സുപ്രീം കോടതി പറയുന്നത് ഇല്ല, രണ്ടാളും ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടലുകൾ ചെയ്തു കൂട്ടിയതെങ്കിൽ അങ്ങനെയൊന്ന് സംഭവിക്കില്ല, അങ്ങനെയൊന്നും നടപടിയാവില്ല, നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. കഴിഞ്ഞ 25-ന് ഈ 25-ാം തീയതി, ഇന്നിപ്പോ എത്രയാ, ഇന്ന് 25-ആം തീയതി സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചത്. അപ്പോൾ അത് സമാനമായ സ്വഭാവമുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രിക്കെല്ലാം കൊണ്ടുപോയി പരാതിയൊക്കെ കൊടുത്തിട്ട് രാഹുലിനെ അങ്ങ് പൂട്ടാമെന്നാണ് കരുതുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇത്തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങളിൽ വലിയ ഇടപെടലുകൾ, റോളുകളൊന്നുമില്ല. അതാണ് ഇന്നലെ വക്കീൽ പറഞ്ഞത്. വക്കീൽ ഇന്നലെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാല്, കേരളത്തിലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് കേരളത്തിലെ എല്ലാ ക്രിമിനൽ കേസുകളും കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ ബലാത്സംഗ കേസുകളും കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയാണോ? അല്ല. ഈ പറയുന്ന കെ കെ ശൈലജയ്ക്ക് മുമ്പ് പാലത്തായിലെ ആ പറയുന്ന പിഞ്ചു കുഞ്ഞിന്റെ അമ്മ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതി എവിടെയെന്നുള്ളത് കെ കെ ശൈലജ കണ്ട ഭാവം പോലും നടിച്ചിട്ടില്ല. അവസാനം കോടതി തന്നെ പറഞ്ഞു, കെ കെ ശൈലജ നിങ്ങളൊരു മന്ത്രിയാണോ എന്ന്, മന്ത്രി ആയിരുന്നോ എന്ന് കെ കെ ശൈലജയോട് കോടതി തന്നെ ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോ പരാതികള് അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് എത്തും. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ പരാതി കൊണ്ടു ചെന്നെത്തിച്ചതും അതിന്റെ പിന്നിൽ കളിച്ചതും അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഒക്കെ നമുക്ക് മനസ്സിലാവും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസില് കൗണ്ടർ പോയിന്റില് ശബരിമലയിലെ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ചർച്ച നടക്കുക. ആ ചർച്ചയിലേക്ക് CPM പ്രതിനിധിയെ വിളിച്ചപ്പോ ഈ CPM പ്രതിനിധി പറഞ്ഞത് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്, ശബരിമല വിഷയമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഞങ്ങളില്ല, രാഹുലിന്റെ വിഷയം ചർച്ച ചെയ്യാനാണെങ്കിൽ മാത്രമേ ഞങ്ങളുള്ളൂ എന്ന് പറഞ്ഞാൽ രാഹുൽ വിഷയം ചർച്ച ചെയ്ത് സജീവമാക്കി നിർത്തണം. അത് തന്നെയാണ് ലക്ഷ്യം.
അതിന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. നിങ്ങൾ ഇന്നലെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നലെ വൈകുന്നേരം മുതൽ ഇതാണ് ചർച്ച എല്ലായിടത്തും. ഇതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയില്ല. പക്ഷെ ആ ചർച്ച കൊണ്ട് ഗുണമുണ്ടായത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കാരണം അവിടെ മറ്റൊരു പേരുണ്ട്. ഒന്ന് വക്കീലാണ് ഇതിലെ പ്രധാന താരം എന്ന് പറയുന്നത്. രണ്ടാമതൊരു പേരുള്ള അല്ലെങ്കിൽ വക്കീലോളം പ്രാധാന്യമുള്ള മറ്റൊരു പേര് എന്ന് പറയുന്നത് അത് രാഹുൽ ഈശ്വറിൻ്റെതാണ്. രാഹുൽ ഈശ്വർ ഇന്നലെ മാധ്യമങ്ങളിൽ വന്നിട്ട് തകർത്ത് എന്ന് പറഞ്ഞാൽ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാണ്. ഇന്നലെ പ്രേക്ഷകർക്ക് മുന്നില്, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നില് ആരാണ് ഇര എന്നുള്ളത് കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്, ഈ കേസ് ചാപ്പിള്ളയായി ജനിച്ച് ചാപ്പിള്ളയായി അവസാനിക്കാനാണ് ഈ കേസിന്റെ വിധി എന്ന് പറയുന്നത്. ഇതിവിടെ തീരുകയാ. ചാപ്പിള്ളയായി ജനിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ് സംഭവം? ചാപ്പിള്ളയായി ജനിക്കുക എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ഒരു ജന്മം ഒരു എല്ലാ പൂർണ്ണമായ അർത്ഥത്തിൽ വളർച്ചയുള്ള ഒരു ഒന്നായിട്ടല്ലാതെ ജനിക്കുക. അത് തന്നെയാണ് ഈ കാര്യത്തില് വക്കീൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നതിന്റെ ആ പറയുന്ന ഒരു ലൈൻ മാത്രമല്ലേ, അതിന്റെ മുന്നെയും പിന്നെയും എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയോ? ഒരാളുടെ കാര്യം മാത്രമല്ല നിങ്ങൾ പറയുന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരുപാടധികം സത്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. രാഹുൽ അല്ല. നിങ്ങൾക്ക് ഇനി കാര്യങ്ങൾ വ്യക്തമാകും. കോടതിയിലെത്തിയത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ പുകമറകൾ അവസാനിപ്പിക്കാനുള്ള ഒരു നടപടിക്രമം തന്നെയാണ് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിലെത്തിയത്. രാഹുലായിട്ട് കോടതിയിൽ ചെല്ലാതെ ഈ കാര്യങ്ങൾ നേരിട്ട് അങ്ങോട്ട് എത്തി. ഇത് വലിയ കണക്കുകൂട്ടലാ. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത് വലിയ ചർച്ചയാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവസാനം കോടതിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതികൾ എത്തിയത്. പക്ഷേ ആ പരാതികൾ അനുകൂലമാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. രാഹുൽ വീണ്ടും ഇന്നലെ ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം സത്യം ജയിക്കും, തെറ്റുകാരനല്ല, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുള്ള കാലത്തോളം നിയമപരമായുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം സത്യമേവ ജയതേ, സത്യം ജയിക്കട്ടെ എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറകിലുള്ള സത്യം നിങ്ങൾ കേൾക്കുന്നതോ നിങ്ങൾ കണ്ടതോ അല്ലെങ്കിൽ നിങ്ങളെ മാധ്യമങ്ങൾ കാണിച്ചതോ മാധ്യമങ്ങൾ പറയുന്നതോ അല്ല. സത്യം മറ്റൊന്നാണ്, യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഇതിൽ ഇരയാവുക രാഹുൽ മാങ്കൂട്ടമാണ്, അല്ലാതെ മറ്റാരുമല്ല ഇതിൽ ഇരയാകാൻ പോകുന്നത്. കാര്യങ്ങൾ രാഹുലിന്റെ കോർട്ടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നിങ്ങൾ കാണുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ ഒന്നുമല്ല സംഭവങ്ങൾ നടക്കാൻ പോകുന്നത്. കാര്യങ്ങൾ മറനീക്കി പുറത്തേക്ക് വരികയാണ്. കോടതിയിലെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ അനുഗ്രഹം തന്നെയാണ്, അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്.